നമസ്കാരം, ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശ വിഭജനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ കോശത്തിന്റെ ഘടന എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് കോശ വിഭജനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 9th സ്റ്റാൻഡേർഡിൽ നമുക്കാണ് SCRT-യിൽ നമുക്ക് കോശ വിഭജനത്തിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്താണ് കോശ വിഭജനം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ കോശം വിഭജനത്തിലൂടെ പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് കോശ വിഭജനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ കോശം എന്ത് ചെയ്യുന്നു? രണ്ട് പുത്രികാ കോശങ്ങളാകുന്നു. അത് വിഭജിച്ച് എന്താവുന്നു? രണ്ട് പുത്രികാ കോശങ്ങളാകുന്നു. അപ്പൊ ഒരു കോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്നു. അപ്പൊ വിഭജിക്കുന്ന കോശത്തിനെയാണ്, ഏത് കോശമാണോ വിഭജിക്കുന്നത് അവരെ നമ്മൾ മദർ സെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ മാതൃകോശം എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയാ? മാതൃകോശം എന്നാണ് പറയുന്നത്. ഇനി വിഭജിച്ചുണ്ടാകുന്ന രണ്ട് കോശങ്ങളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ പുത്രികാ കോശങ്ങൾ എന്ന് പറയും കേട്ടോ. എന്താ? പുത്രികാ കോശങ്ങൾ. ഓക്കെ, അപ്പോ ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന അല്ലെങ്കിൽ പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കോശ വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു കോശം വിഭജിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് തയ്യാറെടുപ്പുകൾ നടക്കും. തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോശം വിഭജിക്കുന്നത്. അപ്പോൾ ഈ കോശം വിഭജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആ ഒരു ഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് തയ്യാറെടുപ്പ് ഘട്ടം. ആ പേര് പോലെ തന്നെയാണ് എന്താണ് തയ്യാറെടുപ്പ് ഘട്ടം. അതിന് മറ്റൊരു പേരാണ് ഇന്റർഫേസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ തയ്യാറെടുപ്പ് ഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കോശം എന്ത് ചെയ്യുന്നു? തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ്, ഇന്റർഫേസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ കടന്നു പോയിട്ടാണ് ഏത് ഫേസിൽ എത്തുന്നത്? നമ്മുടെ ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ വിഭജന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ കോശം എന്ത് ചെയ്യുന്നു? ഒരു ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻസ് നടത്തുന്നു, കുറേ തയ്യാറെടുപ്പുകൾ നടത്തിയതിനു ശേഷമാണ് വിഭജന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വിഭജിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ ഒരു 1 year ഫുള്ള് നമ്മൾ പ്രിപ്പയർ ചെയ്യും, അല്ലെ? പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നോട്ട്സ് എഴുതും, പഠിക്കും, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ ഇവിടെയും എന്താ ചെയ്യുന്നത്? ഈ ഒരു സെല്ല് പ്രിപ്പറേറ്ററി ഫേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം സെല്ലിനുള്ളിൽ ഒരുപാട് കോശാംഗങ്ങളുണ്ട്, അല്ലെ? ഏതൊക്കെയാണ് നമുക്കറിയാം? മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, റൈബോസോം, പിന്നെ എന്താണ് ഗോൾഗി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെ പലതരത്തിലുള്ള കോശാംഗങ്ങൾ നമ്മുടെ കോശത്തിനുള്ളിലുണ്ട്. അപ്പം ഇതെന്താ ചെയ്യുക? ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാകണം, അല്ലെ? അല്ലെങ്കിൽ രണ്ട് കോശങ്ങളിലും ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോശം അതിനകത്തുള്ള കോശാംഗങ്ങളുടെ എല്ലാം എണ്ണം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. എന്നാൽ മാത്രമേ രണ്ടാൾക്കാർക്കും തുല്യമായിട്ട് നമുക്കത് വിഭജിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ കോശാംഗങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ദ്രാവക ഭാഗം, ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മുടെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റോപ്ലാസത്തിന്റെ എന്താണ്? അളവ് കൂട്ടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോശദ്രവ്യത്തിന്റെ അളവും കൂട്ടുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കോശം വലിപ്പം വെക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? അതിന്റെ സൈസ് വലുതാകുന്നു. നെക്സ്റ്റ് അവരുടെ ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ജനറ്റിക് മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഇരട്ടിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിപ്പറേറ്ററി ഫേസിനകത്ത് സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ എടുത്തതിന് ശേഷമാണ് അവർ ഏത് ഫേസിലേക്ക് പോകുന്നത്? നമ്മുടെ ഡിവിഷൻ ഫേസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വിഭജന ഘട്ടത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി വിഭജന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിഭജന ഘട്ടം തന്നെ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. നമുക്കറിയാം ഒരു സെല്ലിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ആദ്യം സെല്ലിനുള്ളിലെ വിഭജന ഘട്ടത്തില് ആ ന്യൂക്ലിയസ് ആണ് വിഭജിക്കുന്നത്. അപ്പൊ സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ആദ്യം വിഭജിച്ച് അവർ എത്ര ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു? 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഒരു സെല്ലിനുള്ളിൽ എത്ര ന്യൂക്ലിയസ് ആയി? 2 ന്യൂക്ലിയസ് ആയി ആണല്ലോ. അപ്പൊ ഇവിടെ ഈ ഒരു സെല്ലിന്റെ ന്യൂക്ലിയസ് വിഭജിച്ച് 2 എണ്ണമായി. അപ്പൊ ഈ കോശം 2 കോശങ്ങളായിട്ട് മാറിയോ? ഇല്ല. നമ്മൾ പറഞ്ഞു കോശ വിഭജനം എന്ന് പറയുന്നത് കോശം വിഭജിച്ച് 2 കോശങ്ങളാകുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ്? ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ഒരു ന്യൂക്ലിയസ് വിഭജിച്ച് 2 ന്യൂക്ലിയസുകളായിട്ട് മാറി. അപ്പൊ ഇവിടെ എന്ത് നടന്നില്ല? 2 കോശങ്ങളായില്ല. അപ്പം ഇനി 2 കോശങ്ങളാവണമെങ്കിൽ എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ഈ ഒരു സൈറ്റോപ്ലാസം കൂടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, അല്ലെ? സൈറ്റോപ്ലാസം കൂടെ വിഭജിച്ചാൽ മാത്രമേ
കോശദ്രവ്യവും കൂടെ വിഭജിച്ചാൽ മാത്രമേ ഇത് രണ്ട് എന്തായിട്ട് മാറുള്ളൂ, രണ്ട് കോശങ്ങളാവുള്ളൂ. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യും, ഈ ഒരു കോശദ്രവ്യവും കൂടെ വിഭജിക്കും. അപ്പോൾ എന്താണ്, രണ്ട് കോശങ്ങളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വിഭജന ഘട്ടത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ഓക്കെ, രണ്ടാമത് നടക്കുന്നത് നമ്മുടെ കോശദ്രവ്യത്തിന്റെ വിഭജനമാണ്. ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് നമ്മൾ പറയുന്ന പേരാണ് കാരിയോകൈനസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോശദ്രവ്യത്തിന്റെ വിഭജനത്തിന് പറയുന്ന പേര് എന്താണ്, സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് കാരിയോകൈനസിസ് എന്നും സൈറ്റോകൈനസിസ് എന്താണ്, സൈറ്റോപ്ലാസത്തിന്റെ കോശദ്രവ്യത്തിന്റെ വിഭജനത്തിന് സൈറ്റോകൈനസിസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഒരു പൂർണ്ണ വളർച്ചയെത്തി ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായിട്ട് മാറുന്നത് ഏത് ഫേസിലൂടെയാണ്, നമ്മുടെ ഇന്റർഫേസിലൂടെയാണ് ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശമായിട്ട് മാറുന്നത്. അപ്പോ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജനത്തിലൂടെ പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു, അല്ലെ? വിഭജനത്തിലൂടെ അതെന്താണ്, രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഇന്റർഫേസ്, വിഭജനഘട്ടം എന്നിവ ചാക്രികമായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം വിഭജിക്കാൻ പോകുന്ന കോശം എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ ഫേസിലൂടെ, തയ്യാറെടുപ്പ് ഘട്ടത്തിലൂടെ, ഇന്റർഫേസിലൂടെയാണ് വിഭജന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോ വിഭജിച്ചപ്പോ രണ്ട് കോശങ്ങളായി. ഈ പുതിയതായിട്ടുണ്ടായ ആ കോശങ്ങളും വീണ്ടും എന്ത് സംഭവിക്കുന്നു, അവരും ഈ ഒരു ഇന്റർഫേസിലൂടെ കടന്ന് അവരും വിഭജിക്കുന്നു. ഈ കോശങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വിഭജിക്കുന്നു. പുതിയതായിട്ടുണ്ടാവുന്ന കോശങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതെന്താണ്, ഒരു സൈക്ലിക് പ്രോസസ് ആണ്. ആദ്യം തയ്യാറെടുപ്പ് ഘട്ടം വരുന്നു, പിന്നെ വിഭജന ഘട്ടം വരുന്നു, പിന്നെ ഇന്റർഫേസ് വരുന്നു, വിഭജന ഘട്ടം വരുന്നു, പിന്നെയും ഇന്റർഫേസ് വരുന്നു, വിഭജന ഘട്ടം വരുന്നു. അപ്പൊ ഇതെന്താണ്, ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട്, ഒരു ചാക്രികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, കോശ ചക്രം എന്നറിയപ്പെടുന്നത്. കോശചക്രമാണ് കേട്ടോ, അതൊന്ന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കോശചക്രം എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ്, സെൽ സൈക്കിൾ എന്ന് പറയും കേട്ടോ, സെൽ സൈക്കിൾ. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെൽ സൈക്കിൾ എന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ ഒരു ഇന്റർഫേസ് ഘട്ടവും വിഭജന ഘട്ടവും ചാക്രികമായി നടക്കുന്നത് കൊണ്ടാണ്, സൈക്ലിക് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം എന്ന് പറയാൻ കാരണം. ഓക്കെ, കോശവിഭജനവും കോശ വളർച്ചയുമാണ് ശരീര വളർച്ചയ്ക്ക് സാധ്യമാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീര വളർച്ചയ്ക്ക് സാധ്യമാകുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കോശ വിഭജിക്കുന്നത് വഴിയും കോശം എന്ത് ചെയ്യുന്നത് വഴിയും കോശം വളരുന്നത് വഴിയും, അല്ലെ? നമ്മുടെ കോശം വിഭജിച്ച് അതിന്റെ നമ്പർ കൂടുമ്പോഴാണ് നമ്മുടെ സൈസ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്, വണ്ണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം കൂടുന്നത് ആണല്ലോ. അപ്പൊ ശരീര വളർച്ചയ്ക്ക് സാധ്യമാകുന്നത് കോശ വിഭജനം, സെൽ ഡിവിഷനും അതുപോലെ തന്നെ സെല്ലിന്റെ ഗ്രോത്തുമാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ, ഈ ഒരു സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ ആണെങ്കിൽ മനുഷ്യനിൽ 24 hours ആണ് ഈ ഒരു സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ തന്നെ 23 hours ഇന്റർഫേസ് ആണ്, ബാക്കി 1 hour മാത്രമാണ് നമ്മുടെ വിഭജന ഘട്ടം പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഒരു 1 year ഫുള്ള് പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു 1 or 2 hours നമ്മൾ എക്സാം എഴുതുന്നത്, അല്ലെ? അപ്പൊ അതിന് ഏറ്റവും കൂടുതലുള്ളത് ഏത് ഫേസ് ആയിരിക്കും, പ്രിപ്പറേറ്ററി ഫേസ് ആണ്, അല്ലെങ്കിൽ ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കോശചക്രത്തിലും എന്താണ് 23 hours എന്താണ്, ഇന്റർഫേസ് ആണ്. ആ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് എന്താണ് 1 hour അവർ എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. ഓക്കെ, ഇനി ഈസ്റ്റിലാണെങ്കിൽ 19 minutes ആണ് എന്ന് പറയുന്നത് കോശചക്രത്തിന്റെ ഡ്യൂറേഷൻ. അതുപോലെ ബാക്ടീരിയയിലാണെങ്കിൽ 20 minutes, ഉള്ളിവേരിലാണെങ്കിൽ എന്താണ് 20 hours ആണ് കേട്ടോ, 20 മണിക്കൂറാണ്. ഓക്കെ, ഇനി കോശ വിഭജനം രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള കോശ വിഭജന രീതി എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ക്രമഭംഗവും രണ്ടാമത്തത് ഊനഭംഗവും. അപ്പൊ എന്താണ് ക്രമഭംഗം, എന്താണ് ഊനഭംഗം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്രമഭംഗത്തിനെ നമ്മൾ മൈറ്റോസിസ് എന്ന് പറയും, ഊനഭംഗത്തിനെ മിയോസിസ് എന്ന് പറയും. ക്രമഭംഗം മൈറ്റോസിന് മറ്റൊരു പേരുണ്ട്, ഇക്വേഷണൽ ഡിവിഷൻ എന്നും നമ്മൾ അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും അവരെ അങ്ങനെ അറിയപ്പെടാൻ കാരണം? നമുക്കറിയാം, ഈ ഒരു ക്രമഭംഗത്തില് ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങൾ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ കോശങ്ങളിലും ഉള്ള ക്രോമസോം സംഖ്യ എത്രയാണ്? നമ്മുടെ ഓരോ കോശങ്ങളിലും കാണുന്ന ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്, അല്ലെ? 46 ആണ്. അപ്പോൾ ഈ 46 ഉള്ള നമ്മുടെ ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായിട്ട് മാറുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? നമ്മുടെ ക്രോമസോം സംഖ്യക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് 46 തന്നെയായിട്ട് വരികയാണ്. അപ്പൊ അത് ഈക്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? പോകുന്നു, അല്ലെ? അതുകൊണ്ടാണ് ഈ ഒരു ക്രമഭംഗത്തെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് അറിയപ്പെടാൻ കാരണം. ഓക്കെ, അപ്പോ ഈ മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗത്തിന് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? അവർ രണ്ട് കോശങ്ങളായിട്ട് മാറുന്നു. ആ രണ്ട് കോശങ്ങളിലും ക്രോമസോം സംഖ്യക്ക് എന്ത് സംഭവിക്കുന്നില്ല? വ്യത്യാസം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് ഊനഭംഗമാണ് അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയും. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രമഭംഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നമ്മുടെ ക്രമഭംഗമാണ്. അതിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മാതൃകോശം വിഭജിച്ച് എന്തായി മാറുന്നു? 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഒരു മാതൃകോശം വിഭജിച്ച് എന്തായിട്ട് മാറുന്നു? 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഏത്? മൈറ്റോസിസ്. അപ്പൊ മൈറ്റോസിസില് ക്രമഭംഗത്തിൽ ഒരു കോശത്തിൽ നിന്നും എത്ര കോശങ്ങൾ ഉണ്ടാകുന്നു? 2 കോശങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ഒരു കോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം വരുന്നില്ല എന്ന് വെച്ചാല് എന്താണ്? 46 ഉള്ള ഒരു കോശമാണ് വിഭജിക്കുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ആ 46 എന്നുള്ളതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിഭജിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യുന്നു? 46 തന്നെയായിട്ട് നിലനിൽക്കുന്നു. അപ്പോ ഇവിടെ ഒരു കോശത്തിൽ നിന്നും 2 കോശങ്ങളാണ് ഉണ്ടാവുന്നത്. ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമേ വരുന്നില്ല. ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്ന കോശവിഭജന രീതിയാണ് നമ്മുടെ ക്രമഭംഗം എന്ന് പറയുന്നത്. ഈ ക്രമഭംഗത്തിൽ തന്നെ ആദ്യം നടക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. നമ്മൾ പറഞ്ഞു ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. ആ ന്യൂക്ലിയസിന്റെ വിഭജനത്തിനെ പറയുന്ന പേരാണ് കാരിയോകൈനസിസ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ വിഭജനത്തിനെ പറയുന്ന പേരാണ് എന്ത്? കാരിയോകൈനസിസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം ഒരു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് വിഭജിച്ച് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ആ ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോഴും ആ കോശം 2 ആയിട്ട് മാറുന്നില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? രണ്ടാമത് എന്തും കൂടെ വിഭജിക്കണം? നമ്മുടെ കോശദ്രവ്യവും കൂടെ വിഭജിക്കണം. കോശദ്രവ്യവും കൂടെ വിഭജിച്ചാൽ മാത്രമാണ് ആ കോശം 2 ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത് നടക്കുന്നത് നമ്മുടെ കോശദ്രവ്യം സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ആണ് കേട്ടോ. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ആണ്. അപ്പൊ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെ പറയുന്ന പേരാണ് എന്ത്? സൈറ്റോകൈനസിസ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിന്റെ വിഭജനത്തെ നമ്മൾ കാരിയോകൈനസിസ് എന്നും സൈറ്റോപ്ലാസത്തിന്റെ കോശദ്രവ്യത്തിന്റെ വിഭജനത്തിനെ സൈറ്റോകൈനസിസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മൈറ്റോസിസ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? നമ്മുടെ ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മുറിവുണങ്ങൽ പ്രക്രിയക്കൊക്കെ വേണ്ടി സഹായിക്കുന്നതും ഈ ഒരു മൈറ്റോസിസ് ആണ് കേട്ടോ. മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് അവിടെ ഈ ഒരു നമ്മുടെ മൈറ്റോസിസ് വഴിയാണ് കോശങ്ങൾ എന്താണ് വിഭജിച്ച് കുറെ കോശങ്ങളൊക്കെ ആയിട്ട് മുറിവൊക്കെ ഉണങ്ങുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, ഇനി നമ്മൾ കാരിയോകൈനസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരിയോകൈനസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ന്യൂക്ലിയസിന്റെ വിഭജനത്തിനെയാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിന്റെ വിഭജനം പ്രധാനമായിട്ടും നടക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. പെട്ടെന്നല്ല, ഒരു 4 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രോഫേസ്, സെക്കൻഡ് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പൊ ഏതൊക്കെയാണ് 4 ഘട്ടങ്ങൾ? 1 പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4 ടീലോഫേസ്. നമ്മൾ പി മാറ്റ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പി മാറ്റ്. അപ്പം പി എന്ന് പറയുന്നത് പ്രോഫേസ്, എം മെറ്റാഫേസ്, എ അനാഫേസ്, ടി ടീലോഫേസ്. അങ്ങനെ ഈ 4 ഘട്ടങ്ങളിലൂടെ വരുമ്പോഴാണ് നമ്മുടെ ന്യൂക്ലിയസ് വിഭജിച്ച് 2 ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ കാരിയോകൈനസിന്റെ ഓരോ സ്റ്റേജിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ പ്രോഫേസ് പറയുന്നതിന് മുന്നേ എന്താണ് സെൻട്രോസോം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെൻട്രോസോം എന്താണെന്ന് അറിയാവോ? നമ്മുടെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കോശാംഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലൈസോസോമും സെൻട്രോസോമും നമ്മുടെ മനുഷ്യ ശരീരങ്ങളിൽ അല്ലെങ്കിൽ ജന്തു ശരീരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ്. നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയില്ലേ. അതുപോലെ നമ്മുടെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏത്? നമ്മുടെ സെൻട്രോസോം എന്ന് പറയുന്നത്. ഇവയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശ വിഭജനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു സെൻട്രോസോം ആണ് കേട്ടോ. അപ്പൊ സെൻട്രോസോം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോശ വിഭജനം, സെൽ ഡിവിഷന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഇവര് വഹിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, അപ്പോ ഈ സെൻട്രോസോം എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ സെൻട്രോസോം കോശ വിഭജനത്തിന്റെ സമയത്ത് സെൻട്രോസോം ഡിവൈഡ് ചെയ്ത് സെൻട്രിയോളുകളായിട്ട് മാറും. ഓക്കെ, ഈ സെൻട്രോസോം ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? സെൻട്രിയോളുകളായിട്ട് കോശ വിഭജന സമയത്ത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെൻട്രോസോം ഡിവൈഡ് ചെയ്തിട്ട് സെൻട്രിയോളുകളായിട്ട് മാറുന്നു. ഈ സെൻട്രിയോളിൽ നിന്നും
എന്തുണ്ടാവുന്നു? കീലതന്തുക്കൾ എന്ന് പറയുന്ന ഒരു നാര് പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ നാര് പോലെയുള്ള ഭാഗങ്ങൾ നമ്മുടെ കോശ വിഭജനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എന്താണ് നമ്മുടെ ഇത്രയും നമ്മളിപ്പോ പറയുന്നുള്ളൂ. സെൻട്രോസോം എന്ന് പറയുന്നത് എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ്. ഇത് സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കോശ വിഭജന സമയത്ത് സെൻട്രോസോം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് സെൻട്രിയോളുകളായിട്ട് മാറുന്നു. ഈ സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, കീലതന്തുക്കൾ എന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു ഫൈബർ പോലെ, നാര് പോലെയുള്ള ഒരു ഭാഗം ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ എന്തില്ല? നമ്മുടെ സെൻട്രോസോം ഇല്ല അല്ലെ? പ്ലാന്റ്സിന് നമുക്ക് സെൻട്രോസോം ഇല്ല. അപ്പോ സസ്യങ്ങളില് എന്താണ്? സസ്യങ്ങളില് സെൻട്രോസോം ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപപ്പെടുന്നത്. ഓക്കെ, സസ്യങ്ങളില് സെൻട്രോസോം ഇല്ലാതെയാണ് സസ്യങ്ങളിൽ എന്തുണ്ടാവുന്നത്? കീലതന്തുക്കൾ രൂപപ്പെടുന്നത്. അപ്പൊ കീലതന്തുക്കൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള പ്രോഫേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഏത്? നമ്മുടെ പ്രോഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഫേസ്. അപ്പൊ നോക്കാം എന്താണ് പ്രോഫേസ്. പ്രോഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോഫേസിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് പിക്ചറിൽ പ്രോഫേസിന്റെ ആരംഭവും പ്രോഫേസിന്റെ അവസാന ഘട്ടവുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കുമ്പം എന്താണ്? ആദ്യത്തെ പിക്ചറിൽ നമുക്ക് ക്രോമാറ്റിൻ ജാലിക കാണാം അല്ലെ? നാര് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഏത്? ക്രോമാറ്റിൻ ജാലിക. അപ്പോ സെക്കൻഡ് അങ്ങോട്ട് നോക്കുമ്പോൾ, അവസാന ഘട്ടത്തിലേക്ക് നോക്കുമ്പം ആ ക്രോമാറ്റിൻ ജാലിക എന്തായിട്ട് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട്? ക്രോമസോമുകളായിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫേസില് ക്രോമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമുകളായിട്ട് മാറുന്നു. അപ്പൊ ക്രോമസോം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? ക്രോമസോം. കണ്ടോ? അപ്പൊ എന്താണ്? നമ്മുടെ ഈ ഒരു ഇങ്ങനെ കിടന്നല്ലേ, ഇങ്ങനെ നാര് പോലെ കിടന്ന ഒരു ഭാഗമായിരുന്നു. ആ നാര് പോലെ കിടന്ന ആ ഒരു ക്രോമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് എന്തായിട്ട് മാറി? ക്രോമസോമുകളായിട്ട് മാറി. അതാണ് ഇവിടെ നടക്കുന്ന ഫസ്റ്റ് ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു, അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇവിടെ? ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അടുത്തത് നമുക്ക് ഈ ഒരു ആരംഭത്തിൽ, നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ നമുക്ക് കാണാം, അവിടെ എന്തുണ്ട്? കണ്ടില്ലേ? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ഒരു മർമ്മസ്തരമുണ്ട്, മർമ്മത്തിന് ചുറ്റും ആവരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർമ്മസ്തരം എന്ന് പറയുന്നത്. മർമ്മസ്തരം കൊണ്ട് കവർ ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു മർമ്മവും ഉണ്ടായിരിക്കും അല്ലെ? അപ്പോ ഇവിടെ എന്താണ്? ഒരു മർമ്മവും ഉണ്ട്, മർമ്മസ്തരവും ഉണ്ട്. പക്ഷേ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അതിനുള്ളിൽ എന്തില്ല? മർമ്മവും മർമ്മസ്തരവും ഇല്ല. അത് എന്തായിപ്പോയി? അത് അപ്രത്യക്ഷമായി പോയി. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന രണ്ടാമത്തെ മാറ്റം. എന്താണ്? മർമ്മവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു. ഏത് ഫേസിലാണ്? നമ്മുടെ പ്രോഫേസിൽ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതാണ്? ക്രോമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമുകളാകുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മാറ്റം എന്താണ്? നമ്മുടെ മർമ്മവും മർമ്മസ്തരവും അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു, ഇതും പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? സെൻട്രോസോംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? കോശ വിഭജനത്തിൽ പങ്കെടുക്കുന്നവരാണ് സെൻട്രോസോം എന്ന് പറഞ്ഞു. ഈ ഒരു ഗ്രീൻ കളറിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ സെൻട്രോസോം എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രോസോം. ഈ സെൻട്രോസോം എന്താ ചെയ്യുന്നത്? അവര് വിഭജിച്ചിട്ട് സെൻട്രിയോളുകളായിട്ട് മാറുന്നു. കണ്ടില്ലേ? ഈ ഒരെണ്ണം മാത്രമാണ് ആ ഒരു ഗ്രീൻ കളറിൽ കണ്ടത്, അത് സെൻട്രോസോം ആണ്. ആ സെൻട്രോസോം എന്ത് ചെയ്തു? വിഭജിച്ച് രണ്ട് സെൻട്രിയോളുകളായിട്ട് മാറി. അപ്പൊ ഈ രണ്ടാമത്തെ പിക്ചറിൽ നോക്കുമ്പോൾ സെൻട്രിയോളുകൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ സെൻട്രോസോം വിഭജിച്ച് രണ്ട് സെൻട്രിയോളുകളായിട്ട് മാറുന്നു. അതാണ് മൂന്നാമത്തെ മാറ്റം. പിന്നെന്താണ്? ഈ സെൻട്രിയോളിൽ നിന്നും കീലതന്തുക്കൾ രൂപപ്പെടുന്നു. എന്താണ് കീലതന്തുക്കൾ എന്ന് പറഞ്ഞാല്? നമുക്ക് നോക്കിയേ, ഇതിപ്പോ ഒരു സെൻട്രിയോൾ ആണെങ്കിൽ അതിൽ നിന്നും ഇതുപോലെ നാര് പോലെ ഒരു ഭാഗം ഉണ്ടായി വരുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ? ഒരു നാര് പോലെ ഇങ്ങനെ എന്താണ്? നാര് പോലെ ഉണ്ടാവുന്ന ഒരു സാധനം കണ്ടോ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കീലതന്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? സെൻട്രിയോളുകളിൽ നിന്നും എന്തുണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റി? കീലതന്തുക്കൾ ഉണ്ടാവുന്നത് കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ എന്ന് പറയുന്ന ഒരു ഫിലമെന്റ് പോലെ നാര് പോലെയുള്ള ഭാഗം ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും പ്രോഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, പ്രോഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോമാറ്റിൻ ജാലിക എന്ത് ചെയ്യുന്നു? ക്രോമസോമുകളായിട്ട് മാറുന്നു. എങ്ങനെയാണ്? ക്രോമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമുകളായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ മർമ്മവും മർമ്മസ്തരവും എന്ത് ചെയ്യുന്നു? അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ സെൻട്രോസോം എന്ത് ചെയ്യുന്നു? വിഭജിച്ച് രണ്ട് സെൻട്രിയോളുകളാവുന്നു. ആ സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ രൂപപ്പെടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം.
ഓക്കെ, രണ്ടാമത്തെ ഫേസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് നമ്മുടെ മെറ്റാഫേസ്. അപ്പൊ എന്താണ് മെറ്റാഫേസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നോക്കാം. അപ്പൊ മെറ്റാഫേസ് എന്ന് കേൾക്കുമ്പോഴേ എന്നുള്ള ആ ഒരു ലെറ്റർ ഓർക്കുക. ഓക്കെ, ഇവിടെ എന്താണ്, ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്നു. എന്താണ് സംഭവം, ഇവിടെ നമുക്കറിയാം ഇപ്പൊ ഇതൊരു കോശമാണെങ്കിൽ അതിന്റെ സെന്റർ, ഇപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഭൂമി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മധ്യഭാഗം നമ്മുടെ ഇക്വേറ്റർ എന്നൊക്കെ പറയില്ലേ, ഭൂമധ്യ രേഖ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ആ ഒരു അതേപോലെ ഈ കോശത്തിന്റെ മധ്യഭാഗം അല്ലെ, കേന്ദ്രഭാഗം, മധ്യഭാഗത്ത് നമ്മുടെ എന്താണ് ക്രോമസോമുകൾ എന്താണ് മധ്യഭാഗത്ത് വന്നിട്ട് നിരനിരയായിട്ടിരിക്കുന്നു. കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം എന്താണ് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് എന്താണ് നിരനിരയായി ക്രമീകരിക്കുന്നു എന്ന് അറിയാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇങ്ങ് താഴെ വരെ വരുന്നില്ലായിരുന്നു. കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൽ താഴെ വരെ വരുന്നില്ല, പകുതി വരെ മാത്രമാണ് നമുക്ക് ആ ഒരു എന്ത് കണ്ടത്, അവർ രൂപപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു മെറ്റാഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെൻട്രിയോളുകൾ നോക്കിക്കേ, കണ്ടില്ലേ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സെൻട്രിയോളുകൾ എങ്ങനെയാണ് പോകുന്നത്, ക്രോമസോമിന്റെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്നു അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒരു ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ക്രോമസോം എന്ന് പറയുന്നത്. ആ ക്രോമസോമിന്റെ ഈ ഇതളുകൾ ഉണ്ടല്ലോ, ഇതളുകൾ പോലെ കാണപ്പെടുന്ന ആ ഭാഗമാണ് അതിന്റെ ക്രൊമാറ്റിഡ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് ക്രൊമാറ്റിഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, ഈ ഇതള് പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് ക്രൊമാറ്റിഡുകളും തമ്മിൽ ചേരുന്ന ഒരു ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രോമിയർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് സെൻട്രോമിയർ. ഓക്കെ, അപ്പം എന്താണ് സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ, ക്രോമസോമിന്റെ രണ്ട് ക്രൊമാറ്റിഡുകളും തമ്മിൽ ചേരുന്ന ഭാഗമാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ കീലതന്തുക്കൾ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിൽ കീലതന്തുക്കളെ പറയുന്ന പേര് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞു. ഈ കീലതന്തുക്കൾ എന്താ ചെയ്യുന്നത്, താഴേക്ക് വന്നിട്ട് നമ്മൾ ഈ നടുക്ക് നിരനിരയായിട്ട് നിൽക്കുന്ന ക്രോമസോമുകൾ ഉണ്ടല്ലോ, ആ ക്രോമസോമിന്റെ സെൻട്രോമിയറിലൂടെ കടന്നു പോകുന്നു. ഇത് കണ്ടില്ലേ, ഈ കീലതന്തുക്കൾ ഇങ്ങനെ വന്നിട്ട് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ ക്രോമസോമിന്റെ സെൻട്രോമിയറിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടോ, ക്രോമസോമിന്റെ സെൻട്രോമിയറിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് സെൻട്രോമിയർ ആണെങ്കിൽ ഇതിന്റെ സെൻട്രോമിയറിലൂടെയാണ് ആര് കടന്നു പോകുന്നത്, കീലതന്തുക്കൾ കടന്നു പോകുന്നത്. മനസ്സിലായോ? അപ്പം ഇത്രയുമാണ് ഇവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെറ്റാഫേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മിഡിൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് മിഡിൽ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, ഈ ഒരു ഫേസിലാണ് നമ്മുടെ ക്രോമസോമുകൾ കോശത്തിന്റെ മിഡിൽ അല്ലെങ്കിൽ മധ്യഭാഗത്ത് നിരനിരയായി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ കീലതന്തുക്കൾ കോശത്തിന്റെ അല്ലെങ്കിൽ സെൻട്രോസോം അല്ല നമ്മുടെ ക്രോമസോമിന്റെ എന്താണ് മധ്യഭാഗം മീൻസ് നമ്മുടെ ഈ സെൻട്രോമിയറിലൂടെ കടന്നു പോകുന്നു. ഈ സെൻട്രോമിയർ എന്ന് ഞാൻ എന്താ പറഞ്ഞത്, സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ രണ്ട് ക്രൊമാറ്റിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആ ക്രോമസോമിന്റെ സെന്റർ ആണോ എന്ന് ചോദിച്ചാൽ സെന്റർ അല്ല. എന്താണ്, പല ക്രോമസോംസിലും ഇതിന്റെ ആ ഒരു സെൻട്രോമിയറിന്റെ പൊസിഷൻ വ്യത്യാസമായിരിക്കും. ചില ക്രോമസോംസിൽ സെൻട്രോമിയർ എന്താണ് ചിലപ്പോൾ ടിപ്പിലായിരിക്കും, ഏറ്റവും അറ്റത്തായിരിക്കും, ചിലതില് സെന്ററിലായിരിക്കും, ചിലതില് അതിന്റെ ചിലപ്പോൾ സെന്ററിന് കുറച്ച് മുന്നോട്ടായിരിക്കും. അങ്ങനെ സെൻട്രോമിയറിന്റെ സ്ഥാനം ക്രോമസോമുകളിൽ വ്യത്യാസമായിരിക്കുന്നു. അതനുസരിച്ച് ക്രോമസോമുകളുടെ പല പേരുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് സെന്റർ ഒന്നും അല്ല ഈ ഒരു സെൻട്രോമിയർ എന്ന് പറയുന്നത്, അത് പല ക്രോമസോംസ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സെന്റർ പോലെയൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെന്ററിലൂടെ പോകുന്നു എന്ന് പറഞ്ഞത്. കറക്റ്റ് എന്താണ്, സെൻട്രോമിയറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു കീലതന്തുക്കൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ഫേസ് നമുക്ക് നോക്കാം, അനാഫേസ് ആണ്. അപ്പൊ അനാഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം. ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിയുന്നു. നമ്മൾ പറഞ്ഞു ഇത് ക്രോമസോം ആണ്, അതിന്റെ ക്രൊമാറ്റിഡുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രൊമാറ്റിഡ് ആണ്, ഇതൊരു ക്രൊമാറ്റിഡുകളാണ്. അപ്പൊ ഇതെന്താ, ഈ രണ്ട് ക്രൊമാറ്റിഡുകളും തമ്മിൽ എന്ത് ചെയ്യുന്നു, വേർപിരിച്ച് ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു, രണ്ട് ധ്രുവങ്ങളിലേക്കും പോകുന്നു, കോശത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലേക്കും പോകുന്നു. കണ്ടില്ലേ ഈ പിക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മിഡിൽ ഭാഗത്തേക്ക് നമ്മുടെ ക്രോമസോമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്രോമസോമിൽ നിന്നും ക്രൊമാറ്റിഡുകൾ വേർപിരിച്ചിട്ട് അതെന്താ ചെയ്യുന്നത്, രണ്ട് മിഡിലേക്ക് ഇങ്ങനെ വലിച്ചോണ്ട് പോവുകയാണ് അല്ലെ. ആ ഒരു പിക്ചറിൽ കാണാം, ഇങ്ങനെ വലിച്ചുകൊണ്ട് രണ്ട് അറ്റത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രണ്ടറ്റത്തേക്ക് പോകുമ്പോൾ അവരെന്തായിട്ട് മാറുന്നു, പുത്രിക ക്രോമസോമുകളായിട്ട് മാറുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അനാഫേസ് ആണ് കേട്ടോ. അനാഫേസ് ആണ് പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്രോമസോമിൽ നിന്നും ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? പുത്രിക ക്രോമസോമുകളായിട്ട് അവരെന്ത് ചെയ്യുന്നു? രണ്ട് ധ്രുവങ്ങളിലേക്ക്, കോശത്തിന്റെ രണ്ടറ്റങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ? പുത്രിക ക്രോമസോമുകൾ അല്ലെങ്കിൽ ഡോട്ട ക്രോമസോംസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. ഡോട്ട ക്രോമസോംസുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടീലോഫേസ്, ലാസ്റ്റ് ഫേസ് ആണ് ടീലോഫേസ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫസ്റ്റ് പറഞ്ഞ ഫേസ് ഉണ്ടല്ലോ, പ്രോഫേസ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ഫേസിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡോട്ട ക്രോമസോംസ് ഇങ്ങനെ പോകുന്നു നമ്മൾ പറഞ്ഞു. ഈ ടീലോഫേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഡോട്ട ക്രോമസോംസിന് ചുറ്റും എന്തുണ്ടായി? നേരത്തെ നമ്മൾ പറഞ്ഞ മർമ്മവും മർമ്മസ്തരവും അപ്രത്യക്ഷമായി പോയെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ആ പുത്രിക ക്രോമസോമുകൾക്ക് ചുറ്റും എന്തുണ്ടാവുന്നു? ചെറുതായിട്ട് കണ്ടില്ലേ? ഈ പുത്രിക ക്രോമസോമുകൾക്ക് ചുറ്റും എന്തുണ്ടായി? നമ്മുടെ മർമ്മസ്തരം ഉണ്ടാവുന്നുണ്ട് അല്ലെ. മർമ്മസ്തരം, ഇതിപ്പം പുത്രിക ക്രോമസോമുകളാണെങ്കിൽ അതിന് ചുറ്റും എന്താണ്? മർമ്മസ്തരം ഉണ്ടായി, മർമ്മവും ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇവിടെ മർമ്മവും മർമ്മസ്തരവും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. അപ്പോ ഈ ഒരു പുത്രിക ക്രോമസോമുകൾക്ക് ചുറ്റും മർമ്മം ഒക്കെ ഫോം ചെയ്യുമ്പോൾ, മർമ്മസ്തരം ഉണ്ടാവുമ്പോൾ അവ എന്തായിട്ട് മാറുകയാണ്? പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അനാഫേസ് ആണ്. എന്നാൽ പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ടീലോഫേസ് ആണ്. ഓക്കെ, ടീലോഫേസ്. അപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? പുത്രിക ക്രോമസോമുകൾ, കഴിഞ്ഞ ഫേസിലുണ്ടായ പുത്രിക ക്രോമസോമുകൾക്ക് ചുറ്റും നമ്മുടെ മർമ്മസ്തരം, ആ ആവരണമൊക്കെ ഉണ്ടായിട്ട് അവരെന്തായിട്ട് മാറി? പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറി. അപ്പോ ഒരു കോശത്തിനുള്ളിൽ എത്ര പുത്രിക ന്യൂക്ലിയസുകളാണ് ഇവിടെ ഇപ്പൊ ഉണ്ടായത്? 2 പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടായി ആണല്ലോ. ഇവിടെ മർമ്മവും മർമ്മസ്തരവും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു, പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടായി, 2 പുത്രിക ന്യൂക്ലിയസ് ആണ് ഉണ്ടായത്. ഇനി എന്താ ചെയ്യുന്നത്? ഓരോ പുത്രിക ന്യൂക്ലിയസും ക്രോമസോമുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? ക്രോമസോമുകളുടെ നമ്പറിൽ രണ്ടിലും ഒരേപോലെ തന്നെയാണ് 2 ക്രോമസോംസിലും ഉള്ളത്, 2 പുത്രിക ന്യൂക്ലിയസിലും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ക്രൊമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമുകൾ ആകുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് പ്രോ ഫേസിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? നേരെ ഓപ്പോസിറ്റ്. എന്താണ്? നമ്മുടെ ക്രോമസോമുകളായിട്ടിരിക്കുന്നതായിരുന്നു, അവര് നേരെ എന്തായിട്ട് മാറി? ക്രൊമാറ്റിൻ ജാലിക, കണ്ടില്ലേ? ആ നാര് പോലെയുള്ള ഭാഗങ്ങളായിട്ട് മാറി. കണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടീലോഫേസിൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കോശത്തിനുള്ളിൽ 2 ന്യൂക്ലിയസുകൾ ഉണ്ടായി. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഒരു കോശത്തിന്റെ നമ്മുടെ എന്താണ്? ഈ ഒരു കോശദ്രവ്യവും കൂടെ വിഭജിച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും 2 കോശങ്ങളായിട്ട് മാറും. 2 കോശങ്ങളായിട്ട് മാറുമ്പോൾ നിങ്ങൾ ആ ഒരു കോശത്തിനെ മാത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആ ആദ്യം പ്രോഫേസിൽ കണ്ട അതേ സെയിം ആയിട്ട് അതേപോലുള്ള ഒരു പിക്ചർ ആണ് അതിനകത്ത് കാണുന്നത് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രോഫൈസിൽ നമ്മൾ കണ്ട ഒരു ഫസ്റ്റ് പിക്ചറിന്റെ അതേ ഫോമിലായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കാരിയോകൈനസിസ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാരിയോകൈനസിസ് ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ വിഭജനത്തിനെയാണ് കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. 4 സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതിൽ പ്രോഫേസിൽ പ്രധാനമായിട്ടും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രൊമാറ്റിൻ ജാലിക, ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ത് ചെയ്യുന്നു? കുറുകിത്തടിച്ച് ക്രോമസോമുകളായിട്ട് മാറുന്നു. മർമ്മവും മർമ്മസ്തരവും ഇവിടെ അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെൻട്രോസോം വിഭജിച്ച് സെൻട്രിയോളുകൾ ഉണ്ടാവുന്നു. ആ സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ മെറ്റാഫേസ്. മെറ്റാഫേസ് എം എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, എന്താണ്? നമ്മുടെ ഈ ക്രോമസോമുകളെല്ലാം കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്? നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ ഫൈബേഴ്സ്, കീലതന്തുക്കൾ രൂപപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കീലതന്തുക്കൾ കോശത്തിന്റെ നമ്മുടെ എന്താണ്? ക്രോമസോമിന്റെ സെൻട്രോമിയറിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ക്രോമസോമിന്റെ സെൻട്രോമിയറിലൂടെ ആര് കടന്നു പോകുന്നു? കീലതന്തുക്കൾ കടന്നു പോകുന്നു. അടുത്ത് നമ്മൾ പറഞ്ഞു അനാഫേസ് ആണ്. അനാഫേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ക്രോമസോമിൽ നിന്നും അവയുടെ ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു? വേർപിരിഞ്ഞ് പുത്രിക ക്രോമസോമുകളായിട്ട്, അല്ലെ, അത് മറന്നു പോകരുത്, ആ വേർഡ് തെറ്റിപ്പോകരുത്. പുത്രിക ക്രോമസോമുകൾ, ഡോട്ട ക്രോമസോംസ് ആയിട്ട് ഇരു ധ്രുവങ്ങളിലേക്കും പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആണല്ലോ. ഇനി അടുത്തത്
ടീലോഫേസിൽ എന്താ സംഭവിക്കുക? ഈ പുത്രികാ ക്രോമസോമുകൾ ഇരു ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ അവയ്ക്ക് ചുറ്റും എന്താണ് ഒരു മർമ്മസ്തരം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. മർമ്മസ്തരവും മർമ്മവും ഒക്കെ വന്ന് അവരെന്തായിട്ട് മാറുന്നു? പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു, ഡോട്ടർ ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു. ഇവിടെ എന്താണ് 2 ഡോട്ടർ ന്യൂക്ലിയസ് ആണ് അപ്പോൾ ഒരു സ്റ്റൈലിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. എന്താണ്? ക്രോമസോമുകൾ വീണ്ടും നമ്മുടെ ക്രോമാറ്റിൻ ജാലികകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമായപ്പോ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസ് വിഭജിച്ച് 2 ന്യൂക്ലിയസുകളായിട്ട് മാറി. ഓക്കെ, ഇനി നടക്കുന്നത് എന്താണ്? നമ്മുടെ കോശദ്രവ്യത്തിന്റെ വിഭജനമാണ്. അതിനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൈറ്റോകൈനസിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. താങ്ക്